അവനെ ഞാൻ തീർത്തിരിക്കും. കണ്ണിന് പകരം കണ്ണ്, ചതിക്ക് പകരം ചതി, ചോരയ്ക്ക് പകരം ചോര. സച്ചി, ശത്രുവിന്റെ സർവനാശം അത് മാത്രമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. ഒരു പ്രത്യേക ആനുകൂല്യവും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്തു തരണ്ട. ആരുടെയും ദയയും ദാക്ഷിണ്യവും കൊണ്ട് അവന്തിക ഇന്ന് വരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കേയില്ല. ബൈ. അല്ല മാഡം, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അതെന്താ? ശരിക്കും ഒന്ന് പിടിമുറുക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വന്നേനെ. അർച്ചന ആരാണെന്ന് എല്ലാവരോടും മാഡം തുറന്നു പറയുമെന്ന് ഗോകുൽ സാറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ അയാൾ മാഡം പറയുന്നിടത്ത് നിന്നേനെ. ഏത് റിപ്പോർട്ടും മാഡത്തിന് അനുകൂലമായി എഴുതുകയും ചെയ്യുമായിരുന്നു. മൂർത്തി പറയുന്നത് കാര്യമാ, പക്ഷേ അങ്ങനെ ഭീഷണിക്ക് വഴങ്ങുന്ന ആളല്ല ഗോകുൽ. എന്തു പ്രശ്നവും നേരിടാനുള്ള ധൈര്യം അയാൾക്കുണ്ട്. ഭീഷണി കൊണ്ടല്ല, തന്ത്രം കൊണ്ട് വേണം ഈ പ്രതിസന്ധി മറികടക്കാൻ. ഞാനിതിൽ മറ്റൊരു സാധ്യതയാ കാണുന്നേ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ഗോകുല് ഒരു നല്ല വക്കീലാണ്, അതുപോലെ നല്ലൊരു മനുഷ്യനുമാണ്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അയാളുടെ മനസ്സ് പെട്ടെന്ന് അലിയും. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അയാൾ തയ്യാറാവുകയും ചെയ്യും. ഈ കാര്യത്തിൽ അയാൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നത് ബാധിക്കുന്നത് എന്നെ ആയിരിക്കും. മാഡം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. സച്ചിയോട് അലിവ് തോന്നി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അർച്ചനയെ വിട്ടുകൊടുക്കാൻ അയാൾ തീരുമാനിച്ചാൽ അത് ബാധിക്കുന്നത് എന്നെയല്ലേ? അങ്ങനെ വിട്ടുകൊടുക്കാൻ ഗോകുൽ സാർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമല്ലേ? ജീവിതത്തിൽ ഒരുപാട് എത്തിക്സ് സൂക്ഷിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് മൂർത്തി. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടാലും സത്യസന്ധമായി മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യൂ. അതുമാത്രമല്ല, കോടതി മുറിയിൽ നീതിയും ന്യായവും ഇഴകീറി പരിശോധിക്കുന്ന മനസ്സാ ഗോകുലിന്റേത്. തന്റെ കക്ഷിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെ അയാൾ പോവും. ആ മനസ്സ് തന്നെ ആയിരിക്കും അർച്ചനയുടെ കാര്യത്തിലും അയാൾ കാണിക്കുന്നത്. ഇത്രയും കാലം താൻ അർച്ചനയോട് ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾ അർച്ചനയെ സച്ചിക്ക് വിട്ടുകൊടുക്കും. അല്ല, മാഡം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അതിനൊരു സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഇനി കളിക്കാൻ. അർച്ചന ഒരിക്കലും ഗോകുലിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോരുത്. ഗോകുൽ സാറിന്റെയും ആ കൊച്ചിന്റെയും ആവശ്യവും ഇത് തന്നെയാണല്ലോ. അവരുടെ മാത്രമല്ല, എന്റെ ആവശ്യം അത് തന്നെയാ. അർച്ചന എന്നും ഗോകുലിന്റെ ലൈഫിൽ തന്നെ ഉണ്ടാവണം. അതിന് ഗോകുലിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാ നല്ലത്. അവൾ ഒരിക്കലും സച്ചിയിലേക്ക് മടങ്ങിപ്പോരുത്, ഒരിക്കലും. ഗോകുലിന്റെ വീടിന്റെ അടുക്കളയിൽ എരിഞ്ഞു തീരണം അവളുടെ ജന്മം. അത് പാടില്ല സച്ചി. ഈ ഘട്ടത്തിൽ സന്ദീപ് കാലുമാറിയാ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. എങ്ങനെയെങ്കിലും സന്ദീപിനെ നമ്മുടെ കൂടെ നിർത്തിയേ പറ്റൂ. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി അത്രയെങ്കിലും സന്ദീപ് ചെയ്യില്ലേ? കൂടപ്പറപ്പ് ഒരേ രക്തത്തിലെന്ന് കരുതിയിട്ടാ ഞാൻ അവനെ വെറുതെ വിട്ടെ. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ അവനെ തീർത്താനെ. എന്റെ കുടുംബത്തിന്റെ നെഞ്ചത്താ അവൻ കത്തി വെച്ചിരിക്കുന്നേ. അവന്തികയുടെ കാശ് കണ്ടപ്പോ അവന് കുടുംബം വേണ്ടാതായി. സച്ചി എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? സന്ദീപിന് നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. സമാധാനത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു വെക്കില്ലേ? മൊഴിമാറ്റി പറയാൻ തീരുമാനിച്ചത് ശരിയാ. അതിന് അവൻ കോടതിയിലെത്തണ്ടേ? സച്ചി എന്താ ഈ പറയുന്നേ? എന്താ സച്ചിയുടെ മനസ്സില്? ദേ സച്ചി, വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. വേണമെങ്കിൽ സന്ദീപിനോട് ഞാൻ പോയി സംസാരിക്കാം.
അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. കേസ് നമ്മൾ ജയിക്കും. സന്ദീപിനെ കൊണ്ട് നുണ പറയിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നുണ പറയാൻ അവൻ കോടതിയിലെത്തില്ല. അക്കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സച്ചി, അവിവേകൊന്നും കാണിക്കരുത്. എന്തെങ്കിലും കടുങ്കൈ ചെയ്താ പിന്നെ അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. വെറുതെ ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും നിന്നാ അത് സച്ചിയെ വലിയ അപകടത്തിൽ ചാടിക്കും. നമ്മുടെ ലക്ഷ്യം സന്ദീപ് അല്ലല്ലോ, അർച്ചനയും മോളിയും തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ കോടതിയിൽ കേസ് ജയിച്ച് സ്വത്തുക്കളും തിരിച്ചു കിട്ടണം. നെല്ലിശ്ശേരി വീട് പഴയ നെല്ലിശ്ശേരി ആവണം. അതിനിടയിൽ സന്ദീപിനെ വിട്ടേക്ക്. കോടതിയിൽ സന്ദീപ് എന്ത് കള്ളത്തരം പറഞ്ഞാലും അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെ സമനില കൈവിട്ടു പോവാതെ പ്രവർത്തിക്കുക, അതാ സച്ചി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വക്കീലിന് എന്റെ നെഞ്ച് ഇവിടെയൊന്നും മനസ്സിലാവില്ല. ചതിക്കാൻ പോകുന്ന ശത്രുവല്ല, എന്റെ കൂടപ്പിറപ്പാ. മറ്റാരോട് ക്ഷമിച്ചാലും ഞാൻ അവനോട് മാത്രം ക്ഷമിക്കില്ല. നഷ്ടപ്പെടലിന്റെയും തകർച്ചയുടെയും ഇക്കണ്ട കാലത്തിന് ശേഷം ഇപ്പൊ ഒന്ന് എല്ലാം നേരെ അവൻ തുടങ്ങുക. അതിന് തടസ്സം നിൽക്കുന്നത് എന്റെ അനിയനാണെങ്കിലും അവനെ ഞാൻ തീർത്തിരിക്കും. കണ്ണിന് പകരം കണ്ണ്, ചതിക്ക് പകരം ചതി, ചോരയ്ക്ക് പകരം ചോര. സച്ചി, ശത്രുവിന്റെ സർവനാശം അത് മാത്രമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. അതിനിടയിൽ എന്നെ എതിർക്കാൻ ആയുധമായി വരുന്നത് കൂടപ്പിറപ്പാണെങ്കിൽ കൂടി അവനെയും വെട്ടിവീഴ്ത്തി അവന്റെ ചോരെ ചവിട്ടി ഞാൻ മുന്നോട്ട് പോകും. സച്ചി നിർത്ത്. എന്തൊക്കെയാ പറയുന്നേ? ഈ ദേശീയ സച്ചിയെ നാശത്തിലേക്ക് നയിക്കൂ. സന്ദീപിനെ വെട്ടി വീഴ്ത്തിയത് കൊണ്ട് മാത്രം ഇതൊക്കെ അവസാനിക്കുമെന്ന് സച്ചി കരുതുന്നുണ്ടോ? പുറമേക്ക് സന്ദീപിനെ എതിർക്കുന്നുണ്ടെങ്കിലും ആതിരെ അമ്മയും സ്നേഹയും സന്ദീപിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? മണ്ടത്തരമാണ് സച്ചി, അങ്ങനെ ചിന്തിക്കരുത്. ആരുടെയും ജീവൻ അവസാനിപ്പിച്ചിട്ടല്ല നമ്മളെല്ലാം നേടേണ്ടത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് വക്കീലിനറിയില്ലേ? അപ്പുറത്ത് നിൽക്കുന്നത് സ്വന്തം രക്തമാണെങ്കിലും അവരെ കൊന്നാ മാത്രമേ നിനക്ക് യുദ്ധം ചെയ്യിക്കാൻ കഴിയൂന്ന്. വക്കീലെ, അന്യായത്തിന്റെ ഭാഗത്ത് നമുക്കെതിരെ നിൽക്കുന്നത് സ്വന്തം ചോരയാണെങ്കിലും ഒന്നങ്ങ് തള്ളിയേക്കണം. ഈ കാര്യത്തില് അതാണ് എന്റെ തീർപ്പ്. 10 വർഷം ഞാൻ അനുഭവിച്ച നരകത്തേക്കാൾ വലുതൊന്നും ഇനി എനിക്ക് വരാനില്ല. ഇപ്പൊ എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ശത്രുപക്ഷത്ത് നിൽക്കുന്ന കൂടപ്പിറപ്പിന്റെ ചോര വീഴ്ത്തണമെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും ഇല്ല.